പഠിക്കാൻ കൊതിക്കുന്ന പാഠങ്ങൾ. 2020 പ്രഖ്യാപിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസം ഒരിക്കൽ കൂടി പുതിയ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. 10+2 സംവിധാനം മാറുന്നു. അംഗൻവാടി മുതലുള്ള പഠനകാലം കണക്കിലെടുക്കുന്നു. പ്രാദേശിക ഭാഷകൾ, സംസ്കൃതം, തൊഴിൽ പരിശീലനം, സാങ്കേതിക വിദ്യാഭ്യാസം, മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേരുമാറ്റം തുടങ്ങി ബോർഡ് എക്സാമുകളുടെ പ്രാധാന്യം കുറയ്ക്കൽ, ബ്രാൻഡിംഗ് തുടങ്ങി എല്ലാം ഇനിയും ചർച്ചകളിൽ നിറയും. ഇവയ്ക്കെല്ലാമുള്ള മുൻകൂർ വിശദീകരണമോ വിലയിരുത്തലോ ഒന്നുമല്ല ഈ പോഡ്കാസ്റ്റിന്റെ ദൗത്യം. എല്ലാ മാറ്റങ്ങൾക്കു ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രായോഗിക തലത്തിൽ വന്നുകാണാൻ ഇവിടത്തെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ മാറ്റങ്ങളുണ്ട്. അവ അടുക്കി പെറുക്കി അക്കമിട്ട് പറയാൻ അവർക്ക് അറിയില്ലെങ്കിലും ഈ സിനിമ, പ്രസംഗവേദികൾ, ട്രോളുകൾ ഇവിടങ്ങളിലൊക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ചീത്ത പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് അവർ നൽകുന്ന ഒരു കൈയടി ഉണ്ടല്ലോ, അതിനെ ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ ചിലതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സ്വാഗതം. ഇത് ന്യൂസ് ബാൻഡിന്റെ പുതിയ എപ്പിസോഡ്. ആദ്യമേ ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം. സ്കൂളുകളിൽ നിലവിലിരിക്കുന്ന ഓൾ പ്രമോഷൻ സമ്പ്രദായത്തിന് ഭാഗികമായിട്ടെങ്കിലും തടയിടുന്ന ചില നയമാറ്റങ്ങൾ NEP-യിലുണ്ടത്രേ. വിജയിക്കാൻ എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തതിനു ശേഷമാണ് പരീക്ഷ നടത്തി മാർക്കിടുന്നത് എന്നൊരു ആത്മവിശ്വാസം ഇല്ലാത്തിടത്താണ് യഥാർത്ഥ റിസൾട്ട് പ്രഖ്യാപിക്കാൻ മടി കാണിക്കുന്നതും ഓൾ പ്രമോഷൻ പോലുള്ള മുൻകൂർ ജാമ്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതും. എങ്കിലും കേരളത്തിലെ നിരവധി സ്കൂളുകളിലെയും അവിടെ എത്തുന്ന കുട്ടികളുടെ വീടുകളിലെയും സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എങ്കിലും ഓൾ പ്രമോഷൻ ഓഫർ ഒരു മോക്കറിയായി തോന്നുന്നില്ലേ? എന്നാലും അത് വിടുന്നു. കാരണം കേരളം മാത്രമല്ലല്ലോ ഇന്ത്യ. പക്ഷേ ഈ വിഷയത്തിലെ പരാജയം എന്ന കോൺസെപ്റ്റിനെ മാത്രം മുൻനിർത്തി ചിലത് പറയാതെ വയ്യ. പരാജയം എന്നത് ലോകാവസാനം പോലെ എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ട ഒന്നല്ല. വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുക്കാം. പഠനകാലം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരനെ മത്സര പരീക്ഷകളുടെ ലോകത്ത്, തൊഴിൽ മാർക്കറ്റിൽ, കുടുംബജീവിതത്തിൽ എല്ലാം കാത്തിരിക്കുന്നത് പരാജയത്തിലേക്ക് തുറക്കുന്ന നിരവധി വാതിലുകളാണ്. അവിടെയൊക്കെ അമ്പേ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ പരാജയങ്ങളെ സമർത്ഥമായിട്ട് മാനേജ് ചെയ്യുകയും വിജയത്തിലേക്കുള്ള പാഠങ്ങൾ ആക്കുകയും ചെയ്യുന്ന കലയുടെ അടിസ്ഥാന പാഠങ്ങളെങ്കിലും വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. ഓൾ പ്രമോഷൻ തുടർന്നാലും ഇല്ലെങ്കിലും. ഇനിയുമുണ്ട് സാമാന്യജനം കാത്തിരിക്കുന്ന പാഠങ്ങൾ. വിദ്യാർത്ഥി ജീവിതകാലത്ത് ഒരുവൻ എന്തൊക്കെ ഇല്ലായ്മകൾ നേരിടുന്നുവെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം കോടിപതികളാണ്: സമയം എന്ന ധനത്തിന്റെ കാര്യത്തിൽ. പക്ഷേ സങ്കടകരമായ വസ്തുത എന്താണ്? ആയിരക്കണക്കിന് യുവത്വം തുടിക്കുന്ന മണിക്കൂറുകൾ എങ്ങനെ പാഴായി പോകുന്നു എന്നത് കണ്ടറിയണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കലാലയ ക്യാമ്പസ് വെറുതെയൊന്ന് സന്ദർശിച്ചാൽ മതി. ഇത്തരം ഇടങ്ങളുടെ ഭാഗമായിരുന്നു കൊണ്ടുതന്നെ വഴിമാറി നടക്കാനും സ്വയം കണ്ടെത്താനും പാടുപെടുന്ന ഒരു ചെറിയ വിഭാഗം മിടുക്കന്മാരെയും മിടുക്കുകളെയും അവിടെയും കാണാൻ കഴിയും എന്നതാണ് കണ്ണു തുറപ്പിക്കുന്ന മറ്റൊരു കൗതുകം. കൗമാരകാന്തിയെല്ലാം ഒളിപ്പിച്ചു വെച്ച് സദാ എഴുത്തിലും വായനയിലും പഠനത്തിലും മുഖം പൂഴ്ത്തണം എന്നൊന്നുമല്ല പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ടൈം മാനേജ്മെന്റ് എന്ന ഗോൾഡൻ സ്കിൽ അത് കുട്ടികളെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിച്ചേ പറ്റൂ. പണത്തിന്റെ മൂല്യം, അതുണ്ടാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമൊക്കെ എങ്ങനെയാണ് എന്നതൊക്കെ 10-15 വർഷത്തെ നിരന്തര പഠനത്തിനു ശേഷം കനത്ത ഫീസ് കൊടുത്ത് എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ എന്ന ആഹ്വാനമല്ല പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളതെങ്കിൽ നയം പാതി വിജയിച്ചു. ഇനിയും ഒന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തെ മാത്രം കൺനിറയെ കാണുക. എന്ത് കഴിക്കണം, എന്തു കുടിക്കണം, എപ്പോൾ ഉണരണം, എത്ര ഉറങ്ങണം എന്നൊക്കെ അറിയാത്തതിന്റെ പേരിൽ, അറിഞ്ഞാലും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അറിയാത്തതിന്റെ പേരിൽ ദുരിതക്കയത്തിലായ ഒരു ജനതയുടെ പര്യായമാണ് കേരളം. ഉപദേശങ്ങൾക്കും വാചക കസർത്തുകൾക്കും അപ്പുറത്തേക്ക് കടന്നു കയറി ജങ്ക് ഫുഡുകൾ വിൽക്കുന്ന സ്കൂൾ, കോളേജ് ക്യാൻറ്റീനുകൾ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നൊരു വരി പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടെങ്കിൽ ഈ നയം വരും തലമുറയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാവും. 10-15 വർഷം കൊണ്ട് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാവുന്ന എത്രയെത്ര സ്കില്ലുകൾ പഠിക്കുന്നതിനാണ് യുവതി യുവാക്കൾ ക്യാമ്പസുകളിൽ നിന്നും ഇറങ്ങിയോടുന്നത്. ട്രാഫിക് നിയമങ്ങൾ അടിമുടി പഠിപ്പിക്കുന്നതിനും ഡ്രൈവിംഗിന്റെ അടിസ്ഥാന പ്രായോഗിക പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും
നമ്മുടെ കലാലയങ്ങളിൽ എന്താണ് തടസ്സം? ദേശീയ വിദ്യാഭ്യാസ നയമൊന്നും ബാധകമല്ലാത്ത ഭീമൻ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിനുള്ള യോഗ്യത പോലുമാകുന്നില്ല കുട്ടികൾക്ക് ലഭിക്കുന്ന അക്കാദമിക് സാക്ഷ്യപത്രങ്ങൾ എന്നത് കഷ്ടമല്ലേ? സ്പീഡ് റീഡിംഗ്, സ്പീഡ് ടൈപ്പിംഗ്, കുക്കിംഗ് പോലുള്ള അടിസ്ഥാന സ്കില്ലുകൾ പോലും പഠിക്കാൻ നമ്മുടെ അഭ്യസ്ത വിദ്യപ്പെട ചെറുതല്ലാത്ത തുക ഫീസും നൽകി അലഞ്ഞു തിരിയുന്ന കാഴ്ച തുടച്ചു നീക്കാനെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്ക് കഴിഞ്ഞേ തീരൂ. ഒന്നും വേണ്ട, 3-4 വർഷത്തെ ഡിഗ്രി പഠനം കഴിഞ്ഞിറങ്ങി വരുന്ന ദിവസം നമ്മുടെ 100 യുവതി യുവാക്കളോട് ഗൂഗിൾ ചെയ്യാതെ ഇംഗ്ലീഷിൽ നല്ലൊരു CV തയ്യാറാക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഫലം? നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ജീവിതത്തിന്റെ സർക്കസ് കൂടാരത്തിലെ ചില ഐറ്റങ്ങളെങ്കിലും മറ്റൊരു പരിശീലനം കൂടാതെ അവതരിപ്പിക്കാനുള്ള അറിവുകളെങ്കിലും ഇനി അങ്ങോട്ട് GDPയുടെ 6% കൈപ്പറ്റാൻ പോകുന്ന ഔപചാരിക വിദ്യാഭ്യാസം എന്ന മഹാസംഭവത്തിലൂടെ ലഭിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ പുതിയതും പഴയതുമായ നയരൂപീകരണ വിദഗ്ധന്മാർ ഉറങ്ങാതിരുന്ന രാത്രികൾ അർത്ഥപൂർണമാകൂ. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുമായി ന്യൂസ് ബാൻഡിലൂടെ